കാരണം യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് മാത്രമല്ല, ദൂരെ മാറി നിൽക്കുന്നവന് ഒരു പൂരമാണെങ്കിലും അത് അനുഭവിക്കുന്നവന് യുദ്ധം എപ്പോഴും ഒരു വേദനയും ദുരിതവും തന്നെയാണ്. പെഹൽഗാമിലെ പാക് ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി പറഞ്ഞ ഈ അവസരത്തിൽ എങ്ങും ചർച്ചയാകുന്നത് ഒരു യുദ്ധം വീണ്ടും ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ പൊട്ടിപ്പുറപ്പെടുകയാണോ എന്ന് തന്നെയാണ്. കാരണം വലിയ രീതിയിൽ പാക് ഷെല്ലാക്രമണം ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇൻഡോ പാക് യുദ്ധങ്ങളുടെ ചരിത്രം ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. ഇൻഡോ പാക് യുദ്ധങ്ങളുടെ ചരിത്രമെല്ലാം തന്നെ പാകിസ്ഥാൻ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണങ്ങളുടെ ചരിത്രം കൂടിയാണ് എന്ന് ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതായുണ്ട്. ഇൻഡോ പാക് യുദ്ധങ്ങളുടെ ചരിത്രം കഴിഞ്ഞ 77 വർഷത്തിനിടെ 4 യുദ്ധങ്ങളിലായി നീണ്ടു കിടക്കുന്നു. 4 തവണയാണ് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ വെറും 70 വർഷത്തിന് മുകളിലുള്ള സ്വാതന്ത്ര്യ കാലയളവിനിടയിൽ യുദ്ധങ്ങൾ അരങ്ങേറിയത്. അതിൽ ആദ്യത്തേത് 1947-48 കാലയളവിൽ സ്വാതന്ത്ര്യത്തിന് തൊട്ടു പിന്നാലെ കശ്മീരിന്റെ പേരിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അരങ്ങേറിയ ആദ്യ ഇൻഡോ പാക് യുദ്ധമാണ്. അന്ന് കശ്മീരിലെ മഹാരാജാവ് ഇന്ത്യക്കൊപ്പം ചേരാൻ തീരുമാനിച്ച ഘട്ടത്തിൽ പാകിസ്ഥാൻ അതിനെ അനുകൂലിക്കുന്ന ചില പഷ്തൂൺ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് കശ്മീരിലേക്ക് സൈന്യത്തിന്റെ ഉൾപ്പെടെ പിന്തുണയോടെ ഒരു ആക്രമണം അഴിച്ചുവിടുകയും തുടർന്ന് ഇന്ത്യൻ സൈന്യമെത്തി കശ്മീരിനെ ആ ഭീകരവാദികളിൽ നിന്നും മോചിപ്പിക്കുകയുമായിരുന്നു ആ യുദ്ധത്തിൽ സംഭവിച്ചത്. തുടർന്ന് 1949 ഒപ്പിട്ട കറാച്ചി എഗ്രിമെന്റിലൂടെ ആ യുദ്ധത്തിന് ഒരു വിരാമം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, അന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ 830 കിലോമീറ്റർ അതിർത്തി രേഖ തീരുമാനിക്കപ്പെടുന്നത്. അതിനുശേഷം 1965 പാകിസ്ഥാൻ മറ്റൊരു ഭീകരമായ ആക്രമണം ഇന്ത്യക്ക് നേരെ ഏകപക്ഷീയമായി നടത്തുന്നത്. അത് ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. ആ ആക്രമണം കശ്മീരിലും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പാകിസ്ഥാൻ, അന്നത്തെ പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ ഭാഗങ്ങളിലായിരുന്നു നടന്നത്. ഏകദേശം 17 ദിവസം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ പാകിസ്ഥാന് പല നിർണായകമായ പ്രദേശങ്ങളും, സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലെ നിർണായകമായ പ്രദേശങ്ങൾ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ലോകമെന്ന് കണ്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ടാങ്ക് യുദ്ധം കൂടിയായിരുന്നു അന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ അരങ്ങേറിയത്. പക്ഷെ അന്ന് പാകിസ്ഥാൻ തോറ്റു തുന്നമ്പാടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചേർന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ ഒപ്പുവയ്പ്പിച്ച താഷ്കന്റ് ഡിക്ലറേഷൻ ഒപ്പിടുന്ന ഘട്ടത്തിൽ പാകിസ്ഥാന്റെ പല പ്രദേശങ്ങളും ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അതിനുശേഷം 1971 വീണ്ടും വെടി പൊട്ടുന്നത് അതിർത്തി. അത്തവണ ബംഗ്ലാദേശ് എന്ന ഈസ്റ്റ് പാകിസ്ഥാന്റെ പേരിലായിരുന്നു ഇത്തവണ ഇൻഡോ പാക് സംഘർഷങ്ങൾ. ബംഗ്ലാദേശിൽ ഇന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിൽ വലിയ തോതിൽ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി വലിയ പാക് അടിച്ചമർത്തലും അവിടെ അരങ്ങേറി. ഇതിനുശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പേരിലുള്ള വ്യോമാക്രമണം അടക്കമുള്ള ഏകപക്ഷീയ ആക്രമണങ്ങളെ തുടർന്നായിരുന്നു അന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. തുടർന്ന് 1972 ഷിംല കരാർ ഒപ്പിടുമ്പോൾ കഴിഞ്ഞ യുദ്ധത്തിന്റെ അവസാനം കണ്ട പോലെ തന്നെ ഇന്ത്യയുടെ കയ്യിലായിരുന്നു, ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു പാകിസ്ഥാന്റെ പല നിർണായകമായ അതിർത്തി പ്രദേശങ്ങൾ. ആ യുദ്ധത്തിന്റെ മറ്റൊരു പ്രത്യേകത, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്ന രാജ്യം ആദ്യമായി സ്ഥാപിതമായി എന്നതുകൂടി ആ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതിനുശേഷം 1999 കാർഗിൽ യുദ്ധം എന്നറിയപ്പെടുന്ന 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ അരങ്ങേറുന്നത്. അന്ന് ഇന്ത്യയുടെ കാർഗിൽ ജില്ലയിൽ പാകിസ്ഥാൻ നടത്തിയ നുഴഞ്ഞുകയറ്റമായിരുന്നു ഈ ആക്രമണത്തിന് അല്ലെങ്കിൽ ഈ സംഘർഷത്തിന് കാരണമായത്. ഏകദേശം 4000-ലധികം പാകിസ്ഥാൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ട ആ പാകിസ്ഥാന്റെ വിഫല ശ്രമം പാക് സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും വീണ്ടും നേർക്കുനേർ വരുമ്പോൾ വലിയ രീതിയിൽ സമാധാനം പുലരണമെന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളടക്കം ആവശ്യപ്പെടുന്നത്. കാരണം യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് മാത്രമല്ല, ദൂരെ മാറി നിൽക്കുന്നവന് ഒരു പൂരമാണെങ്കിലും അത് അനുഭവിക്കുന്നവന് യുദ്ധം എപ്പോഴും ഒരു വേദനയും ദുരിതവും തന്നെയാണ്.
എന്തായാലും ഇന്ത്യ പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരമായ ആക്രമണത്തിന്, ആ നെറികെട്ട നീക്കത്തിന് കൃത്യമായൊരു മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകി കഴിഞ്ഞു എന്നത് വ്യക്തമാണ്.